അവന്റെ ബർത്ത്ഡേ ആയിരുന്നു 29-ാം തീയതി. ഗ്രൗണ്ടിൽ ചെന്ന് അങ്ങോട്ട് കയറിയപ്പോൾ മൂത്രമൊക്കെ ഈ ഗ്രൗണ്ടിൽ എന്തിനാ കളിക്കാൻ പോയതാ? കളിക്കാൻ പോയപ്പോൾ മൂത്രമൊക്കെ പൊക്കിയെടുത്ത് അവരെ കുഞ്ഞിനെ ഒരു അടി അടുക്കി കുഞ്ഞിനെ തറയിലിട്ടിട്ട് പൊക്കിയെടുത്ത് മുതുകത്ത് ഇടിച്ച്. പട്ടികജാതിക്കാരാണ് ഇവിടെ കിടക്കുന്നത്. അവർക്ക് കുറെ വെള്ളവും കാശും കൊടുത്ത് ഒതുക്കിയ രീതിയിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പം എന്നെ മുതുകത്ത് ഇടിച്ച് തറയിട്ട് എനിക്ക് കരയാൻ പറ്റില്ല. അപ്പം ഇയാൾ എന്നെ കെട്ടിയിട്ട് അടിച്ച്. കൊല്ലത്ത് നിന്നും വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വംശീയ അധിക്ഷേപത്തിന്റെ വാർത്ത പുറത്തു വരുന്നു. കൊല്ലം നെടുമ്പനയിലെ ചാലക്കരയിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. 10 വയസ്സുകാരനായ പട്ടികജാതിക്കാരനായ യുവാവിനെ ഒരാൾ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള വാർത്തയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നാം പോകും. ആ 10 വയസ്സുകാരന്റെ മുത്തശ്ശിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ശരിക്കും എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചത് അവന്റെ ബർത്ത്ഡേ ആയിരുന്നു 29-ാം തീയതി. അങ്ങനെ 1 മണിയായപ്പം പോയി ചോറ് കഴിച്ച് 2 മണി വരെ വീട്ടിലിരുന്ന് TV കണ്ട്. അതിനുശേഷം എന്നോട് പറഞ്ഞ്, അമ്മാമ്മ ഞാൻ കളിച്ചിട്ട് കേട്ടോ, ഇച്ചിരി നേരം കളിച്ചിട്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേ അല്ലേ എൻ്റെ കൂട്ടുകാരോടെ പോട്ടെന്ന് അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോൻ ഇച്ചിരി നേരം കളിച്ചിട്ട് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. വരാം, കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും മോൻ വരണം, കുളിച്ച് ഒരുങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പോയതിന് ശേഷം ഗ്രൗണ്ടിൽ ചെന്ന് മോഹനം കൺട്രാക്റ്റിൻ്റെ ഗ്രൗണ്ടിലാണ് ചെന്നത്. ആ കമ്പനിയുടെ ആ ഗ്രൗണ്ടിൽ ചെന്ന് മോൻ കളിക്കാൻ ചെന്നപ്പോൾ ഈ കൂടെ നിന്ന കുട്ടികൾ കമ്പ് കെട്ടുന്നു മരത്തിൻ്റെ, അത് സ്റ്റമ്പ് വയ്ക്കാനായിട്ട്. അപ്പോഴിപ്പം പറഞ്ഞ്, അത് യൂസുഫ് അമ്മ വന്ന് വഴക്ക് പറയും, നിങ്ങൾ മരം വെട്ടരുതെന്ന് പറഞ്ഞിട്ട് അവൻ മൂത്രം ഒഴിക്കാനായിട്ട് തിരിഞ്ഞ് നിന്ന് മൂത്രം ഒഴിച്ചു. ആ സമയത്ത് താഴേന്ന് ഫ്ലാറ്റിൻ്റെ ഭാഗത്തൂടെ യൂസുഫ് മുതലാളി കയറി മുകളിലോട്ട് വന്നപ്പോൾ കുട്ടികളെ കണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് വന്ന് കുട്ടികളെല്ലാം തിരിഞ്ഞ് ഓടി. ചെരുപ്പെല്ലാം കളഞ്ഞ് വീണ കുട്ടികളുണ്ട്, അങ്ങനെ ഓടിപ്പോയി. മോൻ മൂത്രം ഒഴിച്ചതുകൊണ്ട് നിന്നതുകൊണ്ട് മോന് ഓടാൻ പറ്റിയില്ല. അപ്പോഴും കൂടെ നിന്ന് ഒരു പയ്യെ ദൂരെ മാറി നിന്ന് മൂത്രം ഒഴിക്കുന്നത് കണ്ടുകൊണ്ട് മാറി നിന്ന് അവന് ഓടി. അവനെ ചീത്ത വിളിച്ചുകൊണ്ട് മാറി നിന്ന് അവനെ അടിക്കാതിരിക്കാൻ മൊഴിഞ്ഞു നിന്നപ്പോൾ അവന് പൊക്കിയെടുത്ത് അവരെ കുഞ്ഞിനെ ഒരു അടി അടുക്കി കുഞ്ഞിനെ തറയിലിട്ടിട്ട് പൊക്കിയെടുത്ത് മുതുകത്ത് ഇടിച്ചതിന് ശേഷം മോനെ പിടിച്ച് ആ മരത്തിൽ കൊണ്ട് കെട്ടി, വാഴവള്ളിയിട്ട് വളർത്തി കെട്ടി മോനെ അടിച്ച് ഇത് കണ്ടുകൊണ്ട് കൂടെ നിന്ന് കൂട്ടുകാർ ദൂരെ നിന്ന് ഓടി വന്ന് ഇങ്ങനെ കൊട്ടടിച്ച് തിരിച്ചെത്തി കൊണ്ട് ഓടി. അപ്പോഴും ഇയാൾ കൂടെ ഓടി, അവരെ കൂടെ ചീത്തയും വിളിച്ചുകൊണ്ട്. ആ ഓടിയ സമയത്ത് മോനെ ശ്വാസം വന്ന് വീണ് കുഞ്ഞ് കരഞ്ഞത്. ഈ സംഭവം നടക്കുന്ന ദിവസം എൻ്റെ കൂടെയുള്ള ഈ 10 വയസ്സുകാരൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഈ ജന്മദിനത്തിൽ തന്നെയാണ് അവൻ ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ ഒരു മർദ്ദനമേൽക്കുന്നത്. മോനെ, എന്തായിരുന്നു ശരിക്കും അന്ന് സംഭവിച്ചത്? നിങ്ങൾ എവിടെയാണ് പോയത് കൂട്ടുകാർ? ഗ്രൗണ്ടിൽ ചെന്ന് അങ്ങോട്ട് കയറിയപ്പോൾ മൂത്രമൊക്കെ. ഈ ഗ്രൗണ്ടിൽ എന്തിനാ കളിക്കാൻ പോയതാ? കളിക്കാൻ പോയപ്പോൾ മൂത്രമൊക്കെ. അപ്പൊ ഞാൻ അപ്പുറത്തോട്ട് പോയപ്പോൾ കുറച്ച് കുട്ടികൾ ഒരു കമ്പ് കൊട്ടിക്കൊണ്ടിരുന്നു. എന്തിനായിരുന്നു? സ്റ്റെമ്പിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഈ മൂത്രമൊക്കെ കൂട്ടി ഞാൻ കമ്പ് കൊട്ടരെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞ് മൂത്രം വെച്ചു. അപ്പൊ ആ യൂസുഫ് കയറി വന്ന് എല്ലാരും വിരട്ടി ഓട്ടിപ്പിച്ചു. അപ്പൊ കുറച്ചു പേരൊക്കെ മറിഞ്ഞടിച്ചു വീണു. അപ്പൊ അവർക്ക് മുറിവുണ്ടായിരുന്നു. അപ്പം ഒരു കൂട്ടത്തിലുള്ള ഒരു ചെറുക്കൻ ഒളിച്ചിരുന്നു. അപ്പം എന്നെ മുതുകത്ത് ഇടിച്ച് തറയിട്ട് എനിക്ക് കരയാൻ പറ്റില്ല. അപ്പം ഇയാൾ എന്നെ കെട്ടിയിട്ട് അടിച്ച് ചീത്തയും വിളിച്ചു. കുറെ അടിച്ചിട്ട് എന്റെ കൂടെ ഉള്ളവരെന്ന് എന്റെ കൂട്ടുകാരാന്ന് ഈ തെള്ളി മാറ്റി. അപ്പൊ എന്നെ പൊട്ടിച്ചിട്ട് ഞാനും കൂട്ടുകാരൊക്കെ ഓടി. അപ്പൊ ഓടി ഗ്രൗണ്ടിൽ എത്തിയപ്പം ഇയാള് ഈ യൂസുഫ് എന്ന ഒരു ചെറുക്കൻ്റെ ചെരുപ്പ് എടുത്തോണ്ട് ഓടി. അപ്പോൾ ഓടിയിട്ട് അവിടെ വെച്ചിട്ട് അവിടുന്ന് ഒരു കട്ട എടുത്തെറിഞ്ഞിട്ട് കുറെ ചീത്തയൊക്കെ വിളിച്ചു. എന്നിട്ട് പിന്നെ ഒരു കൂട്ടുകാരൻ ഞങ്ങള് കുറെ അണ്ണന്മാരത്തൊക്കെ പറഞ്ഞു. അണ്ണന്മാരത്ത് പറഞ്ഞപ്പോ അണ്ണന്മാര് പറഞ്ഞ് കേസ് കൊടുക്കും. അപ്പൊ കേസ് കൊടുത്ത് അപ്പൊ എനിക്ക് പേടിയുണ്ടായിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. അങ്ങനെ എന്നെ കാലിലും കയ്യിലും ഒക്കെ അടിച്ചിട്ട് എനിക്ക് ഈ മുറിവ് വന്ന് വീട്ടിൽ പറഞ്ഞില്ല. പിന്നീടുണ്ടായ സംഭവങ്ങളാണ് അമ്മ അറിഞ്ഞതല്ലേ? എന്തായിരുന്നു പിന്നീട് സംഭവിച്ചത്? പിന്നീട് സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ അടിക്കുമെന്ന് വിചാരിച്ചു വീട്ടിൽ പറഞ്ഞില്ല. 2-3 ദിവസം കഴിഞ്ഞാണ് ഞാൻ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഇവനോട് ചോദിക്കുമ്പോഴൊന്നും ഇവൻ പറയുന്ന അടിച്ചിട്ടില്ല എന്നാ.
അപ്പം ഞാൻ പിന്നെ ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി വന്നാണ് ഇങ്ങനെ വിശദമായിട്ട് എന്നോട് പറഞ്ഞത്. പിന്നീട് അതിന്റെ നിയമ നടപടികൾ എടുക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഈ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ വംശീയമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടായോ? തീർച്ചയായിട്ടും ഉണ്ടായി. ഇവര് എല്ലാരും പറയുന്നതെന്ന് വെച്ചാൽ പട്ടികജാതിക്കാരാണ് ഇവിടെ കിടക്കുന്നത്. അവർക്ക് കുറെ വെള്ളവും കാശും കൊടുത്ത് ഒതുക്കിയ രീതിയിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ ഒരു കോംപ്രമൈസിന് വന്നിരുന്നോ? ആ കോംപ്രമൈസ് ഒരുപാട് ഉണ്ടായി. പക്ഷെ എന്റെ അടുത്തല്ല, എന്റെ സിസ്റ്ററിന്റെ അടുത്താണ് വന്നത്. അപ്പൊ ഞാൻ ഒരു കോംപ്രമൈസിനും തയ്യാറല്ലെന്നും ഇതിന്റെ എന്റെ മകന്റെ നീതിക്കായി ഏത് അറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. ഇപ്പൊ നിലവിൽ എന്താണ് അവസ്ഥ? പോലീസ് സ്റ്റേഷനിലുള്ള അപ്ഡേഷൻ എങ്ങനെയാണ്? അവര് FIR ഇട്ട് നിയമ നടപടികൾ തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രതിയെ കുറിച്ച് എന്തെങ്കിലും? പ്രതി ഒളിവിലാണെന്നാണ് ഇപ്പോഴും ഞങ്ങൾ അറിഞ്ഞത്. ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അറിവ്. ബാക്കിയുള്ള കാര്യങ്ങള് അവര് എന്താന്ന് വെച്ചാൽ CWCയിലേക്ക് ഇനി അവര് ഞായറാഴ്ച വരും. അപ്പൊ തിങ്കളാഴ്ച മോനെ ഹാജരാക്കണമെന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പം ഏതായാലും ഈ വലിയ രീതിയിലുള്ള ഒരു വംശീയ അധിക്ഷേപം, ഒരു കുഞ്ഞിനെ 10 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കെട്ടിയിട്ടൊക്കെ മർദ്ദിക്കേണ്ട ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ ജാതി പേര് വിളിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും കണ്ണനല്ലൂർ പോലീസിന്റെ പരിധിയിലാണ് കേസുള്ളത്. കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതി ഇപ്പോഴും ഒളിവിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു വംശീയ അധിക്ഷേപം തന്നെ നടന്നിരിക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. ക്യാമറമാൻ അഗ്നി ജുവലിനൊപ്പം ബിൽവനിത്സൺ, വിസ്മയ ന്യൂസ്.